അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ വ്യാജമാക്കിയവർ, ദീനിനെ കളവാക്കിയവർ ആരെന്ന് നിങ്ങൾക്കറിയോ നബിയേ? ഫദാലികല്ലദീ യദ്ഉൽ യതീം, അവര് ബാബരി മസ്ജിദ് പൊളിച്ചവരല്ല, അവര് ഖുർആൻ കത്തിച്ചവരല്ല, അവര് ഉസ്താദുമാർക്കെതിരെ പ്രവർത്തിച്ചവരല്ല. ഫദാലികല്ലദീ യദ്ഉൽ യതീം, അവർ അനാഥ മക്കളെ ആട്ടി ഓടിച്ചവർ. അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, അവർ അനാഥ മക്കളെ ആട്ടി ഓടിച്ചവരാണ്. അനാഥ മക്കളുടെ നിക്കാഹിന്, പാവപ്പെട്ട പെൺകുട്ടികളുടെ നിക്കാഹിനെ സഹായിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എത്രയെന്ന് എന്റെ പ്രിയമുള്ളവരെ മനോഹരമായ മറ്റൊരു ചരിത്രമുണ്ട്. അതിലേക്ക് ഞാനിപ്പോ കടക്കുന്നില്ല. കടന്നാൽ എന്റെ വിഷയം ഇന്നും തീരുകയില്ല. നരകമെന്ന് പറയുന്ന വിഷയത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സർവസൃഷ്ടാവാര പടച്ചുറപ്പിനോട് കൈ ഉയർത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് വേണം ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ഇവിടെ നിന്ന് പിരിയാൻ. അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നരകത്തിന്റെ അഞ്ചാമത്തെ കവാടം, നരകത്തിന്റെ അഞ്ചാമത്തെ കവാടം. അഞ്ചാമത്തെ കവാടത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആ അഞ്ചാമത്തെ കവാടത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞ രൂപം ഞാനൊന്ന് പരിചയപ്പെടുത്താം. സൗസിലീഹി സഖർ വമാ അദ്റാക മാ സഖർ ലവാഹത്തുൽ ലിൽ ബശർ ലാ തുബ്ഖി വലാ തദർ അലൈഹാ തിസ്അത അശറ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, നരകത്തിന്റെ അഞ്ചാമത്തെ കവാടം അല്ലാഹു ആർക്കാണ് കൊടുക്കുന്നത്? സൗസിലീഹി സഖർ. സഖർ എന്നാണ് നരകത്തിന്റെ അഞ്ചാമത്തെ കവാടത്തിന്റെ പേര്. ആ സഖർ എന്ന് പറയുന്ന കവാടത്തിന്റെ രൂപമാണ് അല്ലാഹു പിന്നെ വിശദീകരിക്കുന്നത്. വമാ അദ്റാക മാ സഖർ. നബിയേ, സഖർ എന്ന് പറയുന്ന കവാടം എന്തെന്ന് നബി തങ്ങളെ അവിടത്തേക്ക് അറിയുമോ? ലാ തുബ്ഖി വലാ തദർ. ആ സഖറിലേക്ക് മനുഷ്യരെ കടത്തിയാൽ ശരീരത്തിന്റെ ഒരൽപ്പം പോലും മെച്ചമുണ്ടാകൂല, മുഴുവനും കത്തിക്കരിഞ്ഞു പോകുന്നതാണ്. അലൈഹാ തിസ്അത അശറ. 19 മലക്കുകളെ ആ സഖർ എന്ന് പറയുന്ന കവാടം നോക്കാൻ വേണ്ടി മാത്രം അല്ലാഹു പടച്ചിരിക്കുകയാണ്. 19 മലക്കുകളെ സഖർ എന്ന് പറയുന്ന കവാടത്തിൽ നിന്ന് കടന്നു വരുന്നവരെ നോക്കാൻ വേണ്ടി മാത്രം അല്ലാഹു പടച്ചിരിക്കുകയാണ്. യൗമ യുസ്ഹബൂന അലാ വുജൂഹിഹിം ദൂഖൂ മസ്സ സഖർ. അല്ലാഹു പറയുകയാണ്, ഖുർആനാണ് ഈ ഓതുന്നത്. എങ്ങനെയാണ് അഞ്ചാമത്തെ കവാടത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകുന്നതെന്നറിയോ? മൂക്കുകുത്തി വലിച്ചഴച്ചു കൊണ്ടുപോകുമെന്നാണ്. യൗമ യുസ്ഹബൂ മൂക്ക് നിലത്ത് തട്ടുന്ന രീതിയിൽ വലിച്ചഴച്ചു കൊണ്ടുപോകുന്നവരാണ്. എന്നിട്ട് സഖർ എന്ന് പറയുന്ന നരകത്തിന്റെ കവാടത്തിൽ എറിഞ്ഞിട്ട് മലക്കുകൾ പറയുമത്രേ, നീ അനുഭവിച്ചു കൊള്ളുക, നീ ആസ്വദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞു കൊടുക്കൂ. ആ സമയത്ത് സ്വർഗത്തിൽ കിടക്കുന്നവർ ചോദിക്കുകയാണ്, മാ സലകക്കും ഫീ സഖർ. അല്ലയോ സഖറിനകത്ത് കടന്നുപോയവരെ, നിങ്ങൾ എന്തേ സഖറിലായി പോയി? ബാക്കിയുള്ള നരകത്തിന്റെ കവാടത്തിലൊന്നും കടക്കാതെ എന്തേ ഈ കവാടത്തിന്റെ അകത്ത് നിങ്ങളായി പോയെന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്ന കാരണങ്ങളാണ് സഖറിലേക്ക് അവരെ കൊണ്ടുപോയത്. ആ കാരണം എനിക്കും നിങ്ങൾക്കും ഉണ്ടായാൽ നമ്മളും സഖറിലാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ സഖർ എന്ന് പറയുന്ന നരകത്തിൽ കിടക്കുന്ന നരകാവകാശികള് കാരണങ്ങൾ പറയുകയാണ്. എന്തേ കാരണമെന്നറിയോ? ആ കാരണം ഞാൻ നിങ്ങളോട് പറയുമ്പോ എന്റെ തഴവ കുറ്റിപ്പുറത്ത് വാല് കേൾക്കാവുന്ന സഹോദരങ്ങള്, ഈ കാരണങ്ങൾ എന്റെയോ നിങ്ങളുടെയോ ജീവിതത്തിൽ വന്നു പോയാ നമ്മളും ആ സഖറിലാണേ. അഞ്ചാമത്തെ കവാടമാറ സഖറിലാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഒന്നാമത്തെ കാരണം അവര് പറയുകയാണ്, കാലൂ ഇത് ഖുർആനാ
ഖുർആനായത്തുകളാണ്. അവരോട് ചോദിക്കുന്നതും അവര് മറുപടി കൊടുക്കുന്നതുമല്ല അള്ളാന്റെ ഖുർആനാണ് ഈ പറയുന്നത്. ഖാലൂ, സഖറിനകത്ത് കിടക്കുന്നവര് പറയുന്നു, ഒന്നാമത്തെ കാരണം എന്തെന്നറിയോ? ഈ സഖറിന്റെ അകത്ത് ഞങ്ങളായി പോകാനുള്ള ഒന്നാമത്തെ കാരണം എന്തെന്നറിയോ? ലം നകു മിനൽ മുസല്ലീ, ഞങ്ങൾക്ക് നിസ്കാരമില്ലായിരുന്നു. വാക്കവിയുടെ വാദം എന്ന് പറയുമ്പോ ബൈക്കിലൂടെ ഒരു ബൈക്കിൽ 4-5 പേര് കയറിയിരുന്നു വാത് കേൾക്കാൻ ഞങ്ങൾ പോകുമായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് നിസ്കാരമില്ല. നബിദിനമെന്ന് പറയുമ്പോ ഞരമ്പിന്റെ ഒരു ഭാഗം പോലും ബാക്കിയില്ലാതെ റിബൺ കെട്ടിയിട്ട് നബിദിനാഘോഷത്തിന് ഞങ്ങൾ ഇറങ്ങും. പക്ഷേ ഞങ്ങൾക്ക് നിസ്കാരമില്ല. ഞങ്ങൾ അല്ലാഹുവിന്റെ പള്ളിയുടെ പരിപാലനക്കാരാണ്, പള്ളിയിലെ വലിയ നേതൃത്വം വഹിക്കുന്നവരാണ്. വെള്ളിയാഴ്ച വന്ന് ബക്കറ്റ് എണ്ണലല്ലാതെ ലം നകു മിനൽ മുസല്ലീ, ഞങ്ങൾക്ക് നിസ്കാരമില്ല. സഹോദരിമാരെ, എന്താ പറയുന്നതെന്നറിയോ? ഞങ്ങൾ വാത് കേൾക്കാൻ പോയിട്ടുണ്ടായിരുന്നു മനുഷ്യരെ. നൗഷാദ് വാക്കവി മുവഫക്കിന്റെ ചരിത്രം പറഞ്ഞപ്പോ തലയിൽ കിടന്ന ഷാളുകൊണ്ട് കണ്ണീര് തുടച്ച പെങ്ങളെ, ഈ കണ്ണീര് കൊണ്ട് അർത്ഥമില്ലാതാകുന്നത് എപ്പോഴെന്നറിയോ? ലം നകു മിനൽ മുസല്ലീ, നിങ്ങൾ നിസ്കരിച്ചില്ലെങ്കിലാണ്. നിസ്കാരമില്ലെങ്കിൽ പിന്നെ ഈ കണ്ണീരിന്റെ പേര് കള്ളക്കണ്ണീരെന്നാണ്. നിസ്കാരമില്ലെങ്കിൽ സകലതും പോയി. ഒന്നാമത്തെ കാര്യം അതല്ലേ? അതുകൊണ്ട് ഈ രാത്രി തന്നെ തീരുമാനിച്ചോ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നിസ്കരിക്കുന്നവരായി ഞാനും നിങ്ങളും മാറണം. അതിന് അള്ളാഹു തൗഫീഖ് തരട്ടെ. വെറുതെ നിസ്കരിച്ചാ പോരാ, ഭയത്തോടെ ഈമാനോടെ തഖ്വയോടെ ചെയ്യണം. ഇല്ലെങ്കിൽ ഇതിനൊന്നും അള്ളാന്റെ മുമ്പിൽ കൂലി കിട്ടൂല. വളരെ ഗൗരവത്തോടെ ചെയ്യേണ്ട കാര്യമാണ്. ഇന്ന് നിസ്കാരം ഒരു ഫാഷനാണ്. നിസ്കാരം ഒരു ഫാഷൻ. കുറെ ആൾക്കാർ ഇങ്ങനെ നിൽക്കും. പള്ളിയിലെ ജമാഅത്ത് കഴിയുമ്പോഴേ തുടങ്ങുള്ളൂ. പള്ളിയിലെ ജമാഅത്ത് നിസ്കാരം കഴിയുമ്പോൾ പുറകിൽ നിസ്കരിക്കൊണ്ടിരിക്കണോ എല്ലാവരും നോക്കും. അല്ലോ ഇതാരാ ജിബ്രീലോ? ഒരു കർച്ചിപ്പ് കിടന്നു, അല്ലാഹു അക്ബർ. കാരണം മനഃപൂർവ്വം താമസിച്ചു വന്നതാ. നേരത്തെ വുളു കൊടുത്ത് കയറാമായിരുന്നു. പൈപ്പിന്റെ മുട്ടിയിരുന്ന് പല്ലും കുത്തി കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു. മനഃപൂർവ്വം താമസിച്ചു വന്നതാ. എന്നിട്ട് ചില സഹോദരങ്ങളുണ്ട്, അവർക്ക് ഇമാമത്ത് നിൽക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എത്ര പേരുണ്ടെങ്കിലും തള്ളി മാറ്റിയിട്ട് കയറി കർച്ചിപ്പൊക്കെ തലവെച്ച് ഭയങ്കര ഇമാമത്ത്. ഒരിക്കൽ ഇതുപോലെ മാരിബ് നിസ്കാരത്തിന്റെ സമയത്ത് ഒരാൾക്ക് 6:30 ബസ്സാണ്. പെട്ടെന്ന് തന്നെ വന്ന് ഒതു കൊടുത്ത് വള്ളിക്കകത്ത് കയറിയപ്പോൾ ഒരാൾ ഇമാമത്തിക്കാൻ വേണ്ടി അല്ലാഹു അക്ബർ. ഭയങ്കര നിസ്കാരോ, കാല് ഒരു കാലം അവിടെ ഒരു കാലം ഇവിടെ, ഇടയിൽ 4 പേർക്ക് വേറെ സഫ് വഹിക്കാം. അങ്ങനെ നിസ്കരിക്കാം. ഫാത്തിഹ ഓതി തീർന്നു ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ അൻതും അഅ്ബുദു ലാ അഅ്ബുദു മാ തീരണില്ല. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ തീരണില്ല. ഇതിങ്ങനെ ഓതിക്കൊണ്ട് വന്നപ്പോൾ പുറകിലിരിക്കുന്ന ആളിങ്ങനെ കൈ അടിച്ചിട്ട് വാച്ച് നോക്കി, ഇത് എന്തോടെ ഇത് അത് സൂറത്ത് ബക്കറക്കാരും വരുന്നത് തീരണില്ലല്ലോ, കുറെ കാലമായല്ലോ. ഉടനെ ഇയാൾ ഫ്രണ്ടിൽ വന്നിട്ട് പറഞ്ഞു, അളയാ പെട്ടെന്ന് തീർക്കൂടെ 2 മിനിറ്റ്, എനിക്കാണെങ്കിൽ ബസ് ഇപ്പോൾ വരും, അതുകൊണ്ടാണ്. ഉടനെ ഏതെങ്കിലും ഒരു സൂറത്ത് കാഫിരീൻ തീർക്കാൻ പറഞ്ഞപ്പോ മഹിലിൽ കാഫിരി എന്ന് പറഞ്ഞാൽ അങ്ങ് നിർത്തി. പിന്നെ ചില ആൾക്കാർക്ക് വലിയ മഹ്റജ് വിടലാണ് അല്ലേ? ഇപ്പൊ റമദാനൊക്കെ വരുമ്പോ നമുക്ക് അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ യാ കരീം യാ റഹീം യാ അല്ലാഹ്. ഇത് ചില ആൾക്കാർ പറഞ്ഞു തരുമ്പോ പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് മോദി മാമ ഷാളും കൊണ്ട് വേണം തുപ്പൽ ഉടച്ചോളാം. എല്ലാ പള്ളിയിലുള്ളവർ അറിഞ്ഞുടങ്ങി ഉണ്ടായിരുന്നാലും മതി, അല്ലെങ്കിൽ അള്ളാഹു പുറത്തു വരണമെന്ന് മലയാളത്തിൽ പറഞ്ഞാലും മതി. ഇത് അറിഞ്ഞില്ലെങ്കിൽ പഠിച്ചു പറയണം. ഇല്ലെങ്കിൽ ഇത് ആവശ്യമില്ലാത്ത രീതിയിൽ പറഞ്ഞ് നമ്മൾ കുളമാക്കരുത്. പിന്നെ ചില ആൾക്കാരുണ്ടല്ലോ ഭയങ്കര വസ്വാസി, എത്ര ഓതിയാലും ശരിയാവൂല. കൈ കെട്ടിയിട്ട് എന്ന് പറയുമ്പോൾ അടുത്തേക്കുന്ന ആള് പെരച്ച് അവധി ചെന്ന് വീഴും. നമ്മളൊരു മയത്തില് ഫാത്തിഹയൊക്കെ നമ്മൾ മയത്തില് മര്യാദയ്ക്ക് ഓതിയാൽ പെട്ടെന്ന് ക്ലിയർ ആവും. ഒരുപാട് നമ്മൾ അങ്ങോട്ട് നോക്കാൻ തുടങ്ങിയാൽ ചിലപ്പോൾ ഒന്നും ശരിയാവൂല. ഒരാൾ പുറകിക്കുന്ന ഒരാൾ നീ ആക്കട്ടെ ഞാൻ ആക്കാം, കുറെ നേരം കൊണ്ട് നീ ഒറ്റയ്ക്ക് ആക്കല്ലേ, ഇനി ഞാൻ ആക്കാന്ന് പറഞ്ഞാൽ മാറി പോകാൻ പറഞ്ഞു. കാരണം ഇമാമത്ത് നിൽക്കുമ്പോഴൊക്കെ നമ്മൾ ഈ വിഷയത്തിൽ ഒരുപാട് ശ്രദ്ധിക്കണം. സഹോദരങ്ങൾ ഇമാമത്ത് നിൽക്കണ്ടെന്നല്ല, ഇമാമത്ത് നിൽക്കണം, നമ്മൾ അങ്ങനെ ശീലിക്കണം. പക്ഷെ അതിനൊരു മര്യാദ വേണം. നിസ്കാരം അല്ലാഹു സ്വീകരിക്കുന്ന രീതിയിൽ ചെയ്യണം.
ബഹുമാനപ്പെട്ട ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, ഇന്ന് തഴവ കുറ്റിപ്പുറത്ത് വന്ന സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, ഈ പറയുന്ന പോലെ നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയി 2 റക്അത്ത് നിസ്കരിച്ചിട്ടൊന്ന് കിടന്നാൽ ആ നിസ്കാരത്തിന് വല്ലാത്ത സുഖമാണ്. ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹുവിനോട് നിങ്ങൾ എങ്ങനെയാണ് നിസ്കരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു പറയുന്നു, നിസ്കാരത്തിന് സമയമായ എന്റെ ശരീരത്തെ ഞാൻ ശാന്തമാക്കി നിർത്തുകയാണ്. ഞാൻ പൂർണ്ണമായി എടുക്കുകയാണ്, എന്റെ ശരീരത്തെ ഞാൻ ശാന്തമാക്കി വെക്കുകയാണ്. എന്നിട്ട് നിസ്കാരത്തിന്റെ സ്ഥലത്തേക്ക് ഞാൻ ചെന്ന് നിൽക്കുകയാണ്. എന്നിട്ടോ കഅബാലയത്തിനെ എന്റെ മുമ്പിലാണെന്ന് ഞാൻ സങ്കല്പിക്കുമത്രേ. ഇന്നിവിടുന്ന് പോകുന്നവർ നിസ്കരിക്കുമ്പോൾ കഅബാലയം എന്റെ മുമ്പിലാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് ഒരു 2 റക്അത്ത് നിങ്ങളൊന്ന് നിസ്കരിക്കുമോ? അല്ലാഹുവിന്റെ കഅബ എന്റെ മുമ്പിലാണെന്നൊന്ന് സങ്കല്പിക്കുമോ? എന്നിട്ടോ വജഅല സിറാത തഹത ഖദമി, എന്റെ കാൽപാദത്തിന്റെ ചോട്ടിലാണ് സിറാത്ത് പാലം എന്ന് ഞാൻ സങ്കല്പിക്കുമത്രേ. എന്റെ 2 കാലിന്റെ ചോട്ടിലാണ് സിറാത്ത് പാലം. എത്ര പേടിയായിരിക്കും ചിന്തിക്കണേ, എത്ര ഭയമായിരിക്കും ചിന്തിക്കണേ. വജഅലൽ ജന്ന, സ്വർഗത്തെ എന്റെ വലതുഭാഗത്താക്കും. മനോഹരമായ അരുവികളുള്ള, പറവകളുള്ള, പുഷ്പങ്ങളുള്ള, തോട്ടങ്ങളുള്ള, സൗന്ദര്യമുള്ള സ്വർഗം. ആ സ്വർഗം എന്റെ വലതുഭാഗത്താണെന്ന് ഞാൻ സങ്കല്പിക്കുമത്രേ. വജഅലന്നാർ, നരകമില്ലേ, ഇന്നലെയും ഇന്നുമായി വേദനയോടെ നാം പറന്നുകൊണ്ടിരിക്കുന്ന, ആളി പടർന്നുകൊണ്ടിരിക്കുന്ന നരകമില്ലേ, ആ നരകം എന്റെ ഇടതുഭാഗത്താണെന്ന് മനസ്സുകൊണ്ട് ഞാൻ സങ്കല്പിക്കും. വജഅല മലക്കുൽ മൗത്ത് അസ്റായീൽ, ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം എന്റെ പുറകിലാണ് എന്ന് ഞാൻ മനസ്സുകൊണ്ട് ചിന്തിക്കും. സലാം വീട്ടിയിട്ട് എന്റെ റൂഹ് പിടിക്കാൻ അസ്റായീലിന്റെ പുറകിൽ വന്ന് നിൽക്കാണെന്ന് ഞാൻ ചിന്തിക്കും. എന്നിട്ടാണ് ഞാൻ നിസ്കരിക്കുന്നത് എന്ന് ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ, എന്റെ സഹോദരങ്ങളെ, അങ്ങനെ ചിന്തിച്ച് നിസ്കരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? വാച്ച് നോക്കി, ക്ലോക്ക് നോക്കിയല്ലേ നമ്മൾ നിസ്കരിക്കുന്നത്? തലചൊറിഞ്ഞല്ലേ നമ്മൾ നിസ്കരിക്കുന്നത്? അസ്റായീൽ പുറകിലുണ്ടെന്ന് ചിന്തിച്ച്, സിറാത്ത് പാലത്തിന്റെ മുകളിലാണ് നീയെന്ന് ചിന്തിച്ച്, നരകമാണ് ഇടതുഭാഗത്തെന്ന് ചിന്തിച്ച് നിസ്കരിക്കാ എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ നമുക്ക് കഴിയണേ. ഹൃദയം തോന്നുന്നതെന്നാ